ഹായ്, എല്ലാവർക്കും സുഖമാണോ? എന്നാ ഉണ്ട് വിശേഷം? 2-3 ദിവസമായി വന്നിട്ട്. സുഖമില്ലായിരുന്നു. പിന്നെ ഇപ്പോൾ കുറച്ച് മുമ്പ് എഴുന്നേറ്റതേ ഉള്ളൂ. പിന്നെ വേറെ എന്നാ ഉണ്ട് വിശേഷം? ചൂടൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ അവിടെ? നല്ല ചൂടായല്ലേ, സഹിക്കാൻ മേല. പിന്നെ ഇന്ന് ഞാനൊരു ഡിഷുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാരറ്റ് ഗുലാബ് ജാം. നമുക്കിത് എങ്ങനെ ആണെന്ന് നോക്കാം ഉണ്ടാക്കിയിട്ട്. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കാമെന്ന് വെച്ചു. മധുരമൊക്കെ ഇഷ്ടമാണല്ലോ ചിലർക്ക് ഇഷ്ടമല്ല. എന്നാലും ഇത് അധികം മധുരമില്ല, എല്ലാവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് കഴിക്കാൻ തോന്നും. അപ്പം ഞാനൊരു 4 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, വലുത്. അപ്പോൾ ഇത് നമുക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ ഞാൻ കട്ട് ചെയ്തിട്ട് വരട്ടെ. അത് നല്ല ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, കട്ടിംഗ് പ്ലെയറിൽ വെച്ച് ചെറുതായിട്ട് ഇതൊക്കെയാ. ഇത് നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ അരച്ചെടുക്കും കേട്ടോ. അപ്പോൾ മിക്സിയിൽ നമുക്ക് കട്ട് ചെയ്തിട്ടാലേ അരയത്തുള്ളൂ. ഓക്കെ, നമുക്കിതിൽ വെള്ളത്തിലോട്ടിടാം. ഒന്ന് കട്ട് ചെയ്തിട്ട് അരച്ചിട്ട് വരാം. ഓക്കെ, ക്യാരറ്റ് നിങ്ങൾക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ക്യാരറ്റ് ഞാൻ 4 എടുത്തുള്ളൂ. പിന്നെ കുറച്ച് പഞ്ചസാര, കുറച്ച് പാല്, കുറച്ച് ഒഴിച്ചാൽ മതി. കുറച്ച് പാൽ. ഓക്കെ, ഇതൊന്ന് അരച്ചിട്ട് വരട്ടെ. എന്താ, ഇനി നമുക്ക് ഗ്യാസ് കത്തിക്കാം. ഒന്ന് ചൂടാവട്ടെ കേട്ടോ. കുറേ നാളുകൊണ്ട് കുട്ടികൾ പറയുകയാണ് ക്യാരറ്റ് ഗുലാബ് ജാം ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അപ്പം പിന്നെ ഇന്ന് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ചു. ഓക്കെ, പിന്നെ എന്നാ ഉണ്ട് വിശേഷം നിങ്ങളുടെയൊക്കെ? എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ടോ? കാണണം, ലാസ്റ്റ് വരെ കാണണം. എൻ്റെ ജീവിതാനുഭവങ്ങളും ബൈബിളിനെ കുറിച്ച് എൻ്റെ യേശുവായുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറയുകയാണ്. അതിൽ കൂടെ എനിക്ക് കുറേശ്ശെ നിങ്ങൾക്ക് പറയാൻ പറ്റുമല്ലോ നിങ്ങളുടെ അടുത്ത്. അപ്പം ഡിഷും ഉണ്ടാക്കാൻ പറ്റും, എന്തും ചെയ്യാൻ പറ്റും. ഓക്കെ, ചട്ടി ചൂടായെന്ന് തോന്നുന്നു. എന്തോ ഒരു സൗണ്ട് കേട്ടു. കുറച്ച് നമുക്ക് നെയ്യ് ഒഴിക്കാം. ഓക്കെ, കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം. എഴുന്നേറ്റാലേ പറ്റൂ. നമുക്കിതിലങ്ങ് ഒഴിച്ചു കൊടുക്കാം.
അതിൻ്റെ നമുക്ക് കുറച്ച് വേകണം. ഇത് വെള്ളമൊക്കെ വറ്റി നല്ല അതായിട്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊന്നാകട്ടെ. നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം. കാണുന്നുണ്ടോ? നമുക്ക് കുറച്ച് റവ ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടെ നെയ്യ് ഒഴിക്കണം. കണ്ടോ? ആയിട്ടുണ്ട് ഒരുവിധം. വെള്ളമൊക്കെ വറ്റി. കണ്ടോ? ആയിട്ടുണ്ട്. കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കണ്ട ആയിട്ടുണ്ടേ. നമുക്കിനി തണുക്കാൻ വയ്ക്കാം. ഓക്കെ, നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. നമുക്കിതിനി തണുക്കാൻ വയ്ക്കാം. ഓക്കെ, തണുത്തിട്ട് നമുക്ക് ബോൾസായിട്ട് ഉരുട്ടിയെടുക്കണം. അപ്പോൾ തണുക്കട്ടെ. തണുത്തിട്ടുണ്ടേ ക്യാരറ്റ്. നമുക്കൊന്ന് ഉരുട്ടിയെടുക്കണ്ടേ? നമുക്കൊന്ന് നെയ്യ് തടകാം കയ്യിൽ. ഓക്കെ, ചെറിയ ബോൾസായിട്ട് ഈ അളവ് മതിയാവും. ഓക്കെ, ഈ അളവ് ചെറിയ വലുതുമല്ല ചെറുതല്ല, മീഡിയം. നന്നായിട്ട് ഉരുട്ടിയെടുക്കാം. കണ്ടോ? ഇതുപോലെ ഉരുട്ടിയെടുക്കണം കേട്ടോ. അപ്പോൾ ക്യാരറ്റൊക്കെ നമ്മൾ ഉരുട്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പാല് തിളപ്പിക്കണം.
എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, നമുക്ക് ഗ്യാസ് കത്തിക്കാം. പാല് വെച്ചിട്ടുണ്ട്. പാല് കണ്ടോ? പാല് വെച്ചിട്ടുണ്ട്, തിളയ്ക്കട്ടെ കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് പാല് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൊടി കലക്കണം. ഒരു 2 സ്പൂൺ. ഒരു 2 സ്പൂൺ ഇട്ടിട്ട് കലക്കി വയ്ക്കാം. ഇതാണ് നല്ലതുപോലെ കലക്കിയെടുക്കുക. നല്ലതുപോലെ കലക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ട കട്ടയായിട്ട് അവിടെ കിടക്കും. ആ സമയം കൊണ്ട് പാല് തിളയ്ക്കട്ടെ. നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഒരു സാധനം കൂടെ ചേർക്കാം. കുങ്കുമപ്പൂ. ഒരു ലേശം കുങ്കുമപ്പൂ കൂടെ ഇടാം. ലേശം മതി. ഓക്കെ, ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. പാല് തിളയ്ക്കുന്ന സമയം നമുക്ക് ഇതങ്ങ് ഇതായിക്കോളും. ഇവിടെ ഇരിക്കട്ടെ. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്ക് പാല് തിളയ്ക്കണം. പാല് തിളയ്ക്കട്ടെ കേട്ടോ. എനിക്ക് കുറച്ച് കാര്യം നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. പാല് തിളച്ചായിരുന്നേ. നമുക്കിനി ഇത് കണ്ടൻസ് മിൽക്ക് നമുക്ക് ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം. മധുരമൊക്കെ വേണമല്ലോ. നന്നായിട്ട് ഇളക്കണം. കണ്ടൻസ് മിൽക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കണം കേട്ടോ. ആവശ്യത്തിന് മധുരമൊക്കെ നോക്കണം, പോരെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇവിടെ നല്ല മധുരം വേണം. എനിക്ക് മധുരം ഇഷ്ടമാണ്. ഗുലാബ് ജാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമുക്കിനി അടുത്തത് നമുക്കിനി കസ്റ്റാർഡ് കലക്കി വെച്ചിട്ടുണ്ടല്ലോ,
കുറച്ച് പാലിൽ കസ്റ്റാർഡും കുങ്കുമപ്പൂവും ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കുക. കറണ്ട് പോയിട്ട് വന്നു. ഇപ്പോൾ കറണ്ട് പോയായിരുന്നു കുറച്ച് മുന്നേ, ഇപ്പോൾ വന്നു. ഇരുന്ന് ഇളക്കിയാലേ തിളച്ച് പോകും, കാണില്ല. അതുകൊണ്ടാണ് നിന്ന് ഇളക്കുന്നത്. ഒത്തിരി സമയം നിൽക്കാനും പറ്റില്ല, അതാണ് കഷ്ടം. ഒത്തിരി സമയം ആ കാലിന് സ്ട്രെയിൻ ചെയ്യുന്ന കൊടുക്കാൻ പാടില്ല. ഒരു കാലിന് ഞാൻ പറഞ്ഞായിരുന്നല്ലോ അവിടെ ഉപ്പൂറ്റിയില്ല, അപ്പോൾ ഒത്തിരി നേരം എനിക്ക് അവിടെ സ്ട്രെയിൻ ചെയ്ത് നിൽക്കാൻ പറ്റില്ല. കുറച്ച് സമയമൊക്കെ നിൽക്കാം. തിളയ്ക്കുന്നുണ്ട്, തീ കുറച്ച് വയ്ക്കാം. ഇനി നമുക്ക് 2 സാധനം കൂടെ ഇതിൽ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ. രണ്ട് സാധനം കൂടെ നമുക്കിനി ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ട്, ഉണ്ടോ? ഏലക്ക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഏലക്കയൊക്കെ ഇടുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും കേട്ടോ, നല്ല മണവും നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കഴിച്ച് നോക്കും മക്കളെ, അടിപൊളിയായിരിക്കും. അടുത്തത് കാഷ്നട്ട്. എൻ്റെ കയ്യിൽ പിസ്സയില്ല, പിന്നെ ബദാമും ഇല്ല, ഇത് മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നു, തീർന്നു പോയി. എന്തായാലും ഉള്ളത് കൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇല്ലേ? വീട്ടിലുള്ളവരല്ലേ കഴിക്കുന്നത്, പുറത്തുനിന്ന് ആരും വരുന്നില്ലല്ലോ. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതിട്ട് കൊടുക്കട്ടെ. നമുക്ക് കുറച്ച് വച്ചേക്കണം, നമുക്ക് കുറച്ച് ഡെക്കറേഷൻ ചെയ്യണ്ടേ. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. നല്ലതുപോലെ മിക്സ് ചെയ്യുക. മധുരം നോക്കട്ടെ, ഒന്നും പോരെങ്കിൽ ഇച്ചിരി കൂടെ ഒഴിക്കണമല്ലോ. ലേശം കൂടെ വേണം, കുറച്ച് മധുരം കൂടെ വേണം. ഇതിന് നല്ല മധുരം ഉണ്ടെങ്കിലേ കഴിക്കാൻ ടേസ്റ്റ് ഉള്ളൂ. ക്യാരറ്റ് ഗുലാബ് ജാമുൻ, അപ്പം നല്ല മധുരം വേണം. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും കേട്ടോ, കൊച്ചു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അവർക്കൊക്കെ ഇടയ്ക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക കേട്ടോ. ഞാനിത് 2 തവണ ഉണ്ടാക്കിയായിരുന്നു. കുറച്ച് ദിവസം കൊണ്ട് പറയുക, മമ്മി ഗുലാബ് ജാമുൻ വേണം. വേറൊരു ഐറ്റം ഉണ്ടാക്കിയായിരുന്നു ഇതിന് മുന്നേ, ഞാൻ ഇട്ടായിരുന്നു യൂട്യൂബിൽ. അതിന് നല്ലതുപോലെ ലൈക്കൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഇതിന്, ഗുലാബ് ജാമിന്. അത് കറക്റ്റ് മതിയോ, അടിപൊളി. മതി. ഇനി അതിരുന്ന് തണുത്തോളും. ഗ്യാസ് ഓഫ് ചെയ്ത്. ഓക്കെ.
പിന്നെ ചൂടാ, സഹിക്കാൻ മേല ചൂട്. ഓക്കെ, ഇതൊന്ന് ഇതാവട്ടെ, എന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പം ഞാനിതൊന്ന് അടച്ച് വയ്ക്കട്ടെ. എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് തണുക്കട്ടെ കേട്ടോ. കുറച്ച് കാര്യങ്ങൾ കൂടെ സംസാരിക്കാനുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എന്താ പറഞ്ഞ് നിർത്തിയേ? നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ ഒക്കെ കണ്ടായിരുന്നോ, കേട്ടായിരുന്നോ? 7ാമത്തെ ആയിരുന്നു ഇട്ടത്. ഇത് 8ാമത്തെ ഷൂട്ട് എടുക്കുന്നത്. അപ്പം പിന്നെ ഋഷഭത്തിനെക്കുറിച്ച്, മോശേനെക്കുറിച്ച് ഒക്കെ നമ്മൾ സംസാരിച്ചില്ലേ. പിന്നെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിച്ച് നടത്തിയായിരുന്നു. ഇത്രയും ടൈം എടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക്. വീഡിയോസ് യൂട്യൂബിൽ കുറച്ച് ഒത്തിരി ലോങ് ആയാൽ പറ്റില്ലല്ലോ. അപ്പം പിന്നെ ഇതിപ്പോൾ ഉണ്ടാക്കാൻ കാരണം മോള് വന്നിട്ടുണ്ട്. അവിടെ ഹോസ്റ്റലൊക്കെ അടച്ചായിരുന്നു, കോളേജൊക്കെ. അപ്പം എന്നിട്ട് കുറച്ച് ദിവസമായി, ഇപ്പോൾ പോകാറായി. എക്സാമുണ്ട് അടുത്ത മാസം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പഠിക്കുകയും ചെയ്യണം. അപ്പോൾ കുറച്ചുകൂടെ ലീവ് കിട്ടി. അപ്പം അവിടെ ഗ്യാസൊന്നും, ഇപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലമൊക്കെ അറിയാമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ കോളേജെല്ലാം, മിക്ക കോളേജുകളും ഹോസ്റ്റലൊക്കെ അടച്ചു. അതുകൊണ്ട് ഇങ്ങോട്ട് വന്നായിരുന്നു മോൾ. അപ്പോൾ ഇത് ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചു. കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്. പിന്നെ ആ കൂട്ടത്തിൽ ഇതും ഉണ്ടാക്കാം, നമുക്ക് കുറച്ച് കാര്യം സംസാരിക്കാമല്ലോ. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൾ പോവും. ഇനി കുറച്ച് ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ എക്സാം ഉണ്ട്. വിളിച്ചില്ല അവിടെ നിന്ന്, എങ്ങനെയാണെന്നൊന്നും അറിയില്ല കോളേജിൽ. ഇപ്പം യുദ്ധങ്ങളും കാര്യങ്ങളും ഒക്കെ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. ഇതെല്ലാം യേശുവിൻ്റെ വരവ് അടുത്തിട്ടുള്ളത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് കേട്ടോ. അറിഞ്ഞൂടാത്തവർക്ക് ചിലവർക്ക് അറിയാം, ചിലവർക്ക് അറിയില്ല. ഇന്നത്തെ തലമുറയുള്ള കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല. ഒരു ബൈബിളൊന്നും വായിക്കാറേ ഇല്ല. പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ അമ്മമാർക്ക്, ആൻറ്റിമാർക്കൊക്കെ അറിയാം, അവർ ബൈബിളൊക്കെ വായിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കൊക്കെ ഇതിനെക്കുറിച്ചൊക്കെ അറിയാൻ പറ്റും. പക്ഷേ ഇപ്പോഴത്തെ തലമുറകൾക്ക് ഒന്നും അറിയില്ല ഇതിനെക്കുറിച്ച്. അവരിന്ന് ജീവിക്കുവാണ്, അടിച്ച് പൊളിച്ചങ്ങ് ജീവിക്കുക. നാളെ എന്ത് സംഭവിക്കുമോ, നാളെ എന്താ നടക്കുന്നത് ഒന്നും അവർ ചിന്തിക്കുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് പോകുന്നത്. ഈച്ച, ഭയങ്കര ഈച്ച ശല്യം. മധുരമല്ലേ, അപ്പം മധുരം ഇരിക്കുന്നിടത്ത് ഈച്ച വരും. ഇതൊന്ന് അടച്ച് വയ്ക്കട്ടെ. ഭയങ്കര ഈച്ച. അപ്പം ഭയങ്കര ചൂടാട്ടോ, സഹിക്കാൻ മേല ചൂട്. ഷോപ്പിലാണെങ്കിൽ ഒട്ടും ഇരിക്കാൻ മേല. ഫാനാണെങ്കിൽ ഒരു ഫാനേ ഉള്ളൂ. അപ്പോൾ ഞാനിരിക്കുന്നിടത്ത് കുറച്ച് നീങ്ങിയായിരിക്കുന്നത്. അപ്പോൾ അവിടെ ഫാനില്ല. അപ്പം ഇങ്ങോട്ട് വന്നിരിക്കണമെങ്കിൽ കുറച്ച് ഇങ്ങോട്ട് വന്നിരിക്കണം. അപ്പോൾ കസ്റ്റമറൊക്കെ വരുവാണെങ്കിൽ ചിലപ്പോൾ സാധനമൊക്കെ എടുത്ത് അത്യാവശ്യം കൊടുക്കണമെങ്കിൽ പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ്, ചില കസ്റ്റമർ തന്നെ എടുത്തോളൂ. അവർ പോയിട്ട് അവർ പറയും, ചേച്ചി എഴുന്നേക്കണ്ട, ഞങ്ങൾ എടുത്തോളും. സ്ഥിരം കസ്റ്റമറുണ്ട്, അപ്പം അവരെടുത്തോളൂ എന്ന് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിയില്ല. അത് ചിലവർക്ക് ഇരിക്കുന്ന സ്ഥലമൊക്കെ അറിയാം, ചിലവർക്ക് അവിടെ ഇരുന്ന് തന്നെ കാണിച്ചു കൊടുക്കും. ഭയങ്കര ഈച്ച കേട്ടോ. ഞാനിതൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കട്ടെ, മാറ്റിയൊന്ന് വയ്ക്കട്ടെ. കണ്ടൻസ് മിൽക്കൊക്കെ ഇരിക്കുന്നതുകൊണ്ടായിരിക്കും ഈച്ച വരുന്നത്. ഓക്കെ, ഇത് വെച്ചിട്ട് വരട്ടെ. ഓക്കെ, അപ്പോൾ അതെടുത്ത് മാറ്റി വെച്ച്. ഭയങ്കര ഈച്ചയാണ് കേട്ടോ. അപ്പം കുറേ പേര് എന്നോട് ചോദിച്ചായിരുന്നു, ചേച്ചി എത്ര കുട്ടികളുണ്ട്, പിന്നെ അവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ, വളർന്ന പിള്ളേരാണോ എന്നൊക്കെ എന്നോട് ചോദിച്ചായിരുന്നു കുറച്ച് പേര്. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 മക്കളാണ്. ഒരു മോനും, മൂത്തത് മോന്, രണ്ടാമത്തത് മോള്. ഞാൻ എൻ്റെ യേശുവായനോട് ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് തന്നു എൻ്റെ യേശുവ. അപ്പനോട് ഞാൻ പറഞ്ഞു, അപ്പോൾ എനിക്കൊരു പെൺകുഞ്ഞിനെ, ആൺകുഞ്ഞിനെ വേണം എന്ന് പറഞ്ഞ് ആഗ്രഹിച്ചതുപോലെ തന്നെ എനിക്ക് കിട്ടിയായിരുന്നു. ആദ്യത്തെ ആൺകുഞ്ഞ്, രണ്ടാമത്തെ പെൺകുഞ്ഞ്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പം 2 മക്കൾ. അപ്പോൾ അവർ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ചേച്ചീനെ, തന്നെയാണോ ചെയ്യുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, മക്കളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്.
യേശുവ എനിക്ക് തന്ന ഗിഫ്റ്റാണ് എനിക്ക് തന്ന ഗിഫ്റ്റാണ് അവർ രണ്ടുപേരും. അവർ വീട്ടിലെ കാര്യങ്ങളെല്ലാം അവർ കൂടെ നിന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ട്. മോളും ചെയ്യും. മോനാണെങ്കിൽ വീടൊക്കെ തൂത്തുവാരുന്നതൊക്കെ അവൻ തന്നെയാണ് തൂത്തുവാരി തുടയ്ക്കുന്നത്. അവന് 4 പഠിക്കുമ്പോഴേ എൻ്റെ കുഞ്ഞ് ജോലിയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാലിന് സർജറിയൊക്കെ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഹോസ്പിറ്റലിൽ വീടുമൊക്കെ ആയിട്ട് കുറേ കാലം അങ്ങനെ ആയിരുന്നു ഇവിടെ വെച്ച്. അങ്ങനെ അപ്പോൾ ബെഡ് റെസ്റ്റൊക്കെ വേണമായിരുന്നു. 3-4 മാസമൊക്കെ കട്ടിൽ നിറങ്ങാതെ ബെഡ് റെസ്റ്റൊക്കെ വേണമായിരുന്നു. കൂട്ടിക്കല്ലേ സർജറി ചെയ്യുന്നത്. അപ്പോൾ അത് ഉണങ്ങി വരണമല്ലോ. അപ്പം സാധാരണ ഇതായിട്ടല്ല, ബ്ലഡ് സർക്കുലേഷൻ കുറവായതുകൊണ്ടാണ് ഉണങ്ങാൻ പാട്. അപ്പം ആ ഒരു കാലിന് അപ്പം ആ സമയത്തൊക്കെ ഹോട്ടൽ ആഹാരമായിരുന്നു. ആ സമയത്തൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. അതുപോലെ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങളായിരുന്നാലും 3 നേരം ഒരേ സ്കൂളിൽ വിടണം. പക്ഷെ കട്ടിലിൽ ഇരുന്നതിനെ ഞാൻ അവർ തന്നെ, കുഞ്ഞാണെങ്കിലും അവർ തന്നെ പല്ല് തേക്കും, മറ്റേത് ഞാനാ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. പിന്നെ ഈ സർജറിയൊക്കെ ചെയ്യുന്ന സമയം ബെഡിലായിരിക്കുന്ന സമയം പുള്ളിക്കാരൻ ജോലിക്ക് പോകുമല്ലോ. അപ്പം നൈറ്റായിരിക്കും ചിലപ്പം. അപ്പം അവർ തന്നെ പറഞ്ഞു കൊടുക്കും. പല്ല് തേച്ച് കുളിച്ച് ഒക്കെ വരും. അപ്പോൾ ഞാൻ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി മുടിയൊക്കെ കെട്ടിക്കൊടുത്ത് അവർക്ക് പുറത്തുനിന്ന് കാപ്പിയൊക്കെ വാങ്ങിക്കുന്നത് രാവിലെ. അതൊക്കെയാണ് സ്കൂളിലൊക്കെ കൊടുത്തു വിടുന്നത് കുഞ്ഞിക്ക്. അങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു എൻ്റെ കുഞ്ഞുങ്ങളും. അപ്പോൾ ആ സമയത്തൊക്കെ മോൻ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ പാത്രമൊക്കെ കിടക്കുന്നതൊക്കെ കഴുകും. കുഞ്ഞിലെ 3-4 പഠിക്കുന്ന സമയത്ത് അരിയൊക്കെ കഴുകിയിടും. പിന്നെ ചായയിട്ട് അമ്മയെ ചായയൊക്കെ ഇടാൻ അവന് നന്നായിട്ട് അറിയാം കേട്ടോ. പറഞ്ഞു കൊടുക്കും ഞാനിങ്ങനെ, മോനെ ഓരോ സ്ഥലത്ത് ഓരോ വീട്ടിൽ വാടകയ്ക്കല്ലേ 10-15 വർഷം കൊണ്ട് ഞാൻ താമസിക്കുന്നത്. അപ്പം പല വീടുകൾ, ഓരോ വീട്ടിലും ഓരോ ഇതാണല്ലോ, സാഹചര്യങ്ങളാണല്ലോ. അപ്പോൾ ചില സമയത്ത് ചില വീടുകളിൽ റൂമിൻ്റെ നേരെ ആയിരിക്കും കിച്ചണിരിക്കുന്നത്, അടുക്കളയിരിക്കുന്നത്. അപ്പം ഞാനിങ്ങനെ കിടന്നിട്ട് എന്നെ പറഞ്ഞു കൊടുക്കും, മോനെ ഇങ്ങനെ ചെയ്യും, പിന്നെ അങ്ങനെയാണ്. എൻ്റെ പപ്പേനെ അങ്ങനെയാണ് കുക്കിങ് പഠിപ്പിച്ചത്. പുള്ളിക്കാരനെ അങ്ങനെ ഞാൻ ബെഡിലിരുന്നിട്ട് പിന്നെ ഹോട്ടലാഹാരം മടുത്തു എന്ന് വെച്ചാൽ വാങ്ങിച്ചിട്ട് വരുന്ന അതുപോലെ കൊണ്ട് കളയും. ഉച്ചയ്ക്കും രാവിലെ രാത്രിയൊക്കെ ഒത്തിരി നഷ്ടം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കഴിക്കുന്നില്ലല്ലോ, അപ്പോൾ ഒരു കാര്യം ഞാൻ പറഞ്ഞു തരാം, അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഞാൻ വയ്ക്കാം. അപ്പോൾ ചോറ് വയ്ക്കും. പിന്നെ മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പുള്ളിനെ മീനൊക്കെ പച്ചക്കറി വാങ്ങിച്ചുകൊണ്ട് വന്നു എല്ലാം. അപ്പോൾ അടുക്കളയിൽ നിന്നിട്ട് ചോദിക്കും എന്തൊക്കെ സാധനം എടുക്കണം, എങ്ങനെയൊക്കെ ഞാൻ കട്ടിലിരുന്നിട്ട് പറഞ്ഞു കൊടുക്കും. ഇന്നത് ഇത്ര സ്പൂണ് എന്നൊക്കെ പറഞ്ഞ്. പിന്നെ പുള്ളിക്കാരിപ്പോൾ നല്ല പാചകമാണ്. പിന്നെ എന്നെക്കാളും നല്ല പാചകമാണ്. എല്ലാം വയ്ക്കാനറിയാം. എൻ്റെ മോന് ചോറ് ഒക്കെ വയ്ക്കാനും അരി കഴുകിയിടാനും ചായ ഇടാനും എല്ലാം അവനും കുഞ്ഞിലേ 4ാം ക്ലാസ് വെച്ച് 3-ലേക്ക് വെച്ച് അവൻ പഠിച്ചായിരുന്നു. ആ സമയത്ത് മുതൽ ഒത്തിരി എൻ്റെ കുഞ്ഞുങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. കുഞ്ഞുനാൾ മുതലേ എൻ്റെ കൂടെ നിന്ന് ജോലി ചെയ്യും. സർജറിയൊക്കെ ചെയ്യുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ പോകുമ്പോൾ അവർ എന്നെ പതുക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരിയും എൻ്റെ കുഞ്ഞുങ്ങളും കഷ്ടപ്പെടും. പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമാണ് ആ സമയത്തൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ കാരണം എൻ്റെ കുഞ്ഞുങ്ങൾക്കും ബുദ്ധിമുട്ടാണോ എന്നുള്ള ആ ഒരു മനസ്സിൽ. എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല അങ്ങനെ ആർക്കും ഞാനൊരു ബുദ്ധിമുട്ടാവുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്. എനിക്കങ്ങനെ എന്തോ പണ്ട് മുതലേ ഉള്ളതാണ്. ഈ ആക്സിഡൻറ്റിന് മുന്നേ ആയിരുന്നാലും അങ്ങനെയൊക്കെ ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര അതാണ്. ചോദിച്ച് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. എല്ലാം ഓരോരുത്തരെ അറിഞ്ഞ് ചെയ്യണം, അതാണ് എനിക്കിഷ്ടം. നമ്മൾ ചോദിച്ച് ഇതാകുന്നതും രണ്ട് വ്യത്യാസമാണ്. ഒരാളുടെ അവസ്ഥ കണ്ട് അതറിഞ്ഞ് ഇതാക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പം മക്കൾ അങ്ങനെ ഒത്തിരിയും കഷ്ടപ്പെട്ടു. അവരെനിക്ക് വേണ്ടിയിട്ട് എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ നന്നായിട്ട് എന്നെ നോക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല മക്കളെയല്ലേ എനിക്ക് യേശുവാണ് എനിക്ക് സമ്മാനമായി തന്നത്. വളരുമ്പോഴും എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, വളരുമ്പോഴും എന്നെ നല്ലതുപോലെ ഞങ്ങളെ നോക്കും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. എന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞുനാൾ മുതലേ യേശുവിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്താണ് എൻ്റെ കുഞ്ഞുങ്ങളെ ഈ നിമിഷവും വളർത്തുന്നത്. മക്കളെ നല്ല രീതിയിൽ പോകണം, നല്ല ഉപദേശങ്ങൾ ഞാൻ എപ്പോഴും കൊടുക്കാറുണ്ട്. പിന്നെ ശബത്ത് ഒരിക്കലും കൈവിട്ട് കളയരുത്. പിശാച് പല രീതിയിലും വരും നമ്മളെ ഇതാക്കാനായിട്ട്. അപ്പോൾ നമ്മളതിലൊന്നും വീണ് പോകരുത്. ശബത്ത് എന്നും നമ്മൾ മരിക്കുന്നത് വരെ ഇത് അപ്പന് കൊടുത്ത വാക്കാണ്.
നമ്മളെന്നും കൊണ്ടുപോകണം എന്നൊക്കെ ഞാൻ എപ്പോഴും അവരോട് പറയാറുണ്ട്. ഒരിക്കലും ശബത്ത് മുടങ്ങരുത്, ആചരിക്കണം ആഴ്ചയിൽ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ മോനാണ് വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ വീടെല്ലാം ക്ലീൻ ചെയ്ത് തൂത്ത് തുടച്ച് മൊത്തം ക്ലീൻ ചെയ്ത് എല്ലാം സെറ്റ് ചെയ്യുന്നത് അവനല്ല. പിന്നെ വന്നിട്ടാണ് ഞാൻ പിന്നെ പ്രെയർ ചെയ്ത് എല്ലാം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പം നല്ല കുട്ടികളാണ്, പറഞ്ഞാൽ അനുസരിക്കുന്ന കുട്ടികളാണ്, നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളാണ്, നന്നായിട്ട് നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ കാര്യങ്ങൾ അതൊക്കെ നിങ്ങൾ ചോദിക്കുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമൊക്കെ കാണുന്നത് കൊണ്ടല്ലേ എൻ്റെ അടുത്ത് ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കുന്നത് എൻ്റെ വിശേഷങ്ങളൊക്കെ. അതിലെനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് കൊണ്ട്. അപ്പം നിങ്ങൾക്കും ചില കാര്യങ്ങളൊക്കെ അതിൽ നിന്നും പ്രയോജനം ഉണ്ടാവും ജീവിതത്തിലേക്ക്. ഓക്കെ, നമ്മുടെ മനസ്സ് തളരാതെ, ആര് വിഷമിച്ചിരിക്കുന്നെങ്കിൽ ഈ സമയത്ത് ഇത് കേൾക്കുന്ന ആരെങ്കിലും വിഷമിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ മനസ്സ് തളരാതെ നമ്മൾ നോക്കുക. നമ്മുടെ മനസ്സ് തളർന്നാൽ നമ്മുടെ ശരീരം തളരും. നമ്മുടെ മനസ്സാണ് ഏറ്റവും വലിയ നമുക്ക് ശക്തി. അത് ചോർന്നു പോകാൻ അനുവദിക്കരുത്. അതുണ്ടെങ്കിൽ നമുക്ക് പറ്റുന്നത് പിടിച്ച് നേടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സ് കൈവിട്ട് കളയരുത്, സമാധാനിക്കുക, വിഷമിക്കരുത്. യേശു എന്നുള്ളൊരു ശക്തിയുണ്ട് ഈ പ്രപഞ്ചത്തിൽ. അതുള്ളത് കൊണ്ടാണ് നമ്മൾ ഇന്നും ജീവിക്കുന്നത്, ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത്. കേട്ടോ? അപ്പം അങ്ങനെയൊക്കെ ഒത്തിരിയും കാര്യങ്ങളുണ്ട്, ഒത്തിരിയും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ. ഇതിനിടയ്ക്ക് പറയാതെ പോയ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ ഓർമ്മ വരുന്നത് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും. ചിലവർ ചോദിക്കുന്നു, അങ്ങനെ അതിനുമുള്ള മറുപടി ഞാൻ കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഇന്നത്തെ തലമുറകൾക്ക് കഴിവതും വീട്ടുകാർ തന്നെ മക്കൾക്ക് പറഞ്ഞു കൊടുത്ത് വളർത്തണം. ഇന്നത്തെ തലമുറകൾ വഴിതെറ്റി പോവുകയാണ്. കാരണം ഒത്തിരിയും പാവം, അതായത് ബൈബിളിലുണ്ട് നോഹ എന്ന് പറയുന്നൊരു പക്ഷേ പുള്ളിക്കാരന് ഒരു വെളിപാട് യേശുവ കൊടുക്കും. നോഹയോട് പറയും വലിയൊരു പേടകം ഉണ്ടാക്കാൻ പറയും. വലിയൊരു പേടകം, അത് എത്രയോ വർഷം എടുത്ത് അത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എത്രയോ വർഷം. അപ്പോൾ നോഹയോട് പറയും, നീ ഈ ലോകത്തോട് ഇങ്ങനെ ബൈബിളിനെ കുറിച്ച് പറയണം, ആൾക്കാരോട് വിളിച്ച് പറയണം സത്യം എന്താണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പറയാം. അപ്പോൾ ഈ നോഹ ഇങ്ങനെ വിളിച്ച് പറയാം, ഇന്നത്തെ തലമുറയിൽ ഇന്ന് എന്താണ് നടക്കുന്നത്, അത് അന്നത്തെ തലമുറയിൽ അന്ന് യേശുവായിക്ക് സഹിക്കാൻ പറ്റാത്തൊരു ഇതായിരുന്നു അന്നത്തെ കാലഘട്ടം. അതായത് ഇന്ന് എങ്ങനെയാണോ അതുപോലെ ആയിരുന്നു അന്ന്, ആ സമയത്ത് അന്ന് ആ പ്രളയവും അതിലൊക്കെ നശിച്ചു പോയവരും അതൊക്കെ. അപ്പോൾ ഇന്ന് ബെഡ്റൂമിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങളെല്ലാം ഇന്ന് പുറലോകത്ത് വെച്ചാണ് നടക്കുന്നത്. അതായത് റോഡിൽ, ബീച്ചുകളിൽ, ബെഡ്റൂമിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അത്രയും മാറിപ്പോയി. എൻ്റെ യേശുവായിക്ക് ഇതെല്ലാം മുകളിലിരുന്ന് കണ്ടിട്ട് സഹിക്കാൻ മേല. മനസ്സിലായോ? ഒരുപാട് പാവം കൂടിപ്പോയി. എന്ന് വെച്ചാൽ നമുക്ക് മൊബൈലിലൊക്കെ, ഇപ്പം മൊബൈലാണല്ലോ ഏറ്റവും വലിയത്. മൊബൈൽ നല്ലതുമാണ് ചീത്തയാണ് എങ്കിൽ പോലും ഇന്ന് ഓരോ കുട്ടികളും വഴിതെറ്റി പോകുന്നത് കുറേയൊക്കെ അങ്ങനെയാണ്. അപ്പം പാവം കൂടിപ്പോയി ഇപ്പം. അപ്പോൾ അതിൻ്റെയൊക്കെ ഫലങ്ങളാണ് ഇങ്ങനെയൊക്കെ പിന്നെ കൊറോണയും മറ്റുള്ള പല രാജ്യങ്ങളും ഇങ്ങനെ ഭൂകമ്പവും യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഇങ്ങനെ പല സംഭവങ്ങളും ഉണ്ടായി ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പോൾ അന്ന് നോഹയോട് പറഞ്ഞായിരുന്നു, നീ ഇങ്ങനെ വിളിച്ച് പറയണം, ബൈബിള് വചനം ലോകത്തിൻ്റെ അറ്റം പേര് നീ വിളിച്ച് പറയണം എന്ന് പറഞ്ഞ് 40 വർഷമാണ് നോഹ ഇതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നടന്നത്, ബൈബിളിനെ കുറിച്ച്. യേശു പറഞ്ഞത് കൊണ്ടാണ് അത് പറഞ്ഞത്, ലോകത്തോട് വിളിച്ച് പറയണം, നന്നാകുന്നവർ നന്നാകട്ടെ, നശിക്കുന്നവർ ഇതിൽ നിന്ന് യേശുവായിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് 40 വർഷം അവർക്ക് കൊടുത്തു. ഇതിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെടും, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നശിപ്പിക്കുന്നത്. യേശുവായിക്കൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് നോഹയോട് പറഞ്ഞത്, നീ പ്രസംഗിക്കുക, കേൾക്കുന്നവർ കേൾക്കട്ടെ, മാറുന്നവർ മാറട്ടെ, ഇല്ലെങ്കിൽ ഇതിലോട്ട് അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഈ 40 വർഷവും നോഹ പ്രസംഗിച്ചു. പേടകം ഉണ്ടാക്കും, പ്രസംഗിക്കും. അപ്പം യേശുവായിക്ക് ലക്ഷ്യമുണ്ടല്ലോ, എന്താ സംഭവിക്കാൻ പോണേന്ന് മുന്നമേ അറിയാമല്ലോ.
അപ്പം ജനങ്ങളൊന്നും നോഹ പറയുന്നതൊന്നും ശ്രദ്ധിക്കുന്നില്ല. പാപം ഇങ്ങനെ കൂടി 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 ഇതൊക്കെ കണ്ടിട്ട് തന്നെ യേശുവയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് പാവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എങ്ങനെയാണോ അത് അന്നത്തെ കാലത്തും അതായിരുന്നു സംഭവിക്കുന്നത്. അങ്ങനെ 40 വർഷം നോഹ പ്രസംഗിച്ച് കേൾക്കാതിരുന്നപ്പം പേടകവും പണിത് തീർന്നു. അപ്പം നോഹയോട് പറയും, നീ നിൻ്റെ ഭാര്യ, മക്കൾ, മരുമക്കൾ, മക്കളുടെ ഭാര്യമാർ, മരുമക്കൾ, ചെറുമക്കൾ, ഇവരെല്ലാം പേടകത്തിലോട്ട് കയറ്റാൻ പറയും, നിൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരെയും. എന്നിട്ട് യേശുവ പറയും, പറയും, പിന്നെ ഓരോ മൃഗത്തിൽ നിന്നും ഓരോ ജോഡികൾ വെച്ച് കയറ്റാൻ പറയും. ഓരോ ജോഡികളിനെ വെച്ച് പേടകത്തിലോട്ട് കയറ്റാൻ പറയും. അങ്ങനെ നോഹ ഈ യേശുവ എന്ത് പറയുന്നു അതെല്ലാം നോഹ ചെയ്യുവാണ്. അതുപോലെ തന്നെ ചെയ്യുവാണ്. വലിയ പേടകം ഇന്നെന്തോ പേടകം ഇന്ന് ഏതോ ഒരു സ്ഥലത്ത് എന്തോ രാജ്യം എനിക്ക് മറന്നുപോയി, അവിടെ ഇരിപ്പുണ്ട്. ഇന്ന് ഒത്തിരിയും പേര് ടൂറിസ്റ്റുകൾ ഇന്ന് അവിടെ പോകുന്നുണ്ട്, എല്ലാ രാജ്യത്തു നിന്ന് ആ പേടകം കാണാനായിട്ട്. അപ്പോൾ എനിക്ക് പോകണം, ആ പേടകം എനിക്കൊന്ന് കാണണം. എൻ്റെ ആബ സഹായിച്ചാൽ, എൻ്റെ ആബ പറഞ്ഞിട്ട് നോഹ ഉണ്ടാക്കിയ പേടകമല്ലേ. അതൊക്കെ വലിയൊരു തെളിവുകളാണ് അവശേഷിക്കുന്നതെല്ലാം. എന്നിട്ട് വരും തലമുറകൾക്ക് ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ ഓരോ ജോഡികളെ വെച്ചെല്ലാം മൃഗത്തിൽ നിന്നും പക്ഷികളിൽ നിന്നുമൊക്കെ പേടകത്തിലോട്ട് കയറ്റാൻ പറയും. അങ്ങനെ എല്ലാം കയറ്റി കഴിഞ്ഞതിന് ശേഷം അങ്ങനെ അപ്പം പറയും, ശരി എല്ലാം കയറ്റി കഴിഞ്ഞല്ലോ. അപ്പം വാതിലടയ്ക്കുന്നതും തുറക്കുന്നതും യേശുവായാണ്, നോഹയല്ല. അപ്പം പ്രളയം ആയി, ഭയങ്കര മഴയും കാറ്റും പ്രളയവും ഒക്കെ ആയി, ഭയങ്കര വെള്ളം ചൊരിച്ചിൽ അങ്ങനെയായി. ആൾക്കാരെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുക, നോഹ ഞങ്ങളെയും കൂടെ രക്ഷിക്കുക, ഞങ്ങളെയും കൂടെ പേടകത്തിലോട്ട് കയറ്റി. ബൈബിളിലുണ്ട് കേട്ടോ ഇത്, നോഹയുടെ ഇതെടുത്ത് വായിച്ചാൽ മതി, അതിൽ നിങ്ങൾക്ക് ആ കഥ അറിയാൻ പറ്റും. നടന്ന സംഭവങ്ങളല്ലേ ഇതൊക്കെ പകർത്തി വെച്ചേക്കുന്നത്. ഇതൊക്കെ മനുഷ്യൻ വരുന്ന തലമുറകൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഇതൊക്കെ മുന്നമേ ബൈബിളിൽ ഇതെല്ലാം ആഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ അവർക്കൊന്നും ബൈബിൾ വായിക്കാൻ സമയമില്ല എന്നാണ് അവർ പറയുന്നത്. സമയമില്ല എന്നാണ് പറയുന്നത്. എൻ്റെ മൂത്തോക്കി പറഞ്ഞിട്ടുണ്ട് പലരും, ബൈബിളൊന്നും വായിക്കാൻ സമയമില്ല. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു, സമയമില്ല, പ്രാർത്ഥിക്കാൻ സമയമില്ല, ശബത്ത് കൂടാൻ സമയമില്ല എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. ബാക്കി എല്ലാത്തിനും അവർക്ക് സമയമുണ്ട്, പക്ഷെ ഇതിന് മാത്രം സമയമില്ല. നമ്മുടെ സൃഷ്ടാവിൻ്റെ കൂടെ ഇരിക്കാനും സൃഷ്ടാവിനെ ഓർക്കാനും വിളിക്കാനും ഒന്നും അവർക്ക് സമയമില്ല. സൃഷ്ടാവ് എഴുതി വെച്ച ആ വചനം വായിക്കാൻ അവർക്ക് സമയമില്ല. അതുകൊണ്ടാണ് ഇന്ന് പാപം പെരുകി ഇങ്ങനെ കിടക്കുന്നത് ലോകത്തോട്. ഇത്രയും നശിച്ചു പോയത് അതുകൊണ്ടാണ്. കുറേയൊക്കെ മാതാപിതാക്കളുടെ ഭാഗത്തും തെറ്റുണ്ട്. കാരണം മാതാപിതാക്കൾ ബൈബിൾ അറിഞ്ഞിരിക്കണം, യേശുവായിട്ട് ബന്ധം വേണം, യേശുവിനെ സ്നേഹിക്കണം, യേശു ആരാന്ന് തിരിച്ചറിയണം. എന്നിട്ട് അവരുടെ മക്കൾക്ക് അവർ പറഞ്ഞു കൊടുക്കുക. അതാണ് ചെയ്യേണ്ടത്. മാതാപിതാക്കളിലും തെറ്റുണ്ട്, മക്കളിലും തെറ്റുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഈ ജനങ്ങൾ വെള്ളത്തിൽ കിടന്ന് നിലവിളിക്കുവാണല്ലോ. വെള്ളം ഇവരുടെ കഴുത്തിൻ്റെ ഇവിടം വരെ മുട്ടിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുക, നോഹ ഞങ്ങളെ രക്ഷിക്കുക, ഞങ്ങളെയും കൂടെ പേടകത്തിലോട്ട് കയറ്റ്. അപ്പം നോഹയ്ക്ക് മനസ്സലിവ് തോന്നി. ഇവരുടെ വിളി അത്രയ്ക്ക് നിലവിളിയാണ്, ജനങ്ങൾ മൊത്തം വെള്ളത്തിലാണ്. അപ്പം നോഹയ്ക്ക് മനസ്സലിവ് ഉണ്ട് കയറ്റണമെന്ന്. പക്ഷേ നോഹ പറയും, വാതിലടയ്ക്കുന്നതും തുറക്കുന്നതും ആബയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. നിങ്ങൾക്ക് 40 വർഷം നിങ്ങൾക്ക് യേശുവ തന്നു. ഞാൻ 40 വർഷമാണ് വചനത്തെക്കുറിച്ച് പ്രസംഗിച്ചത്. ഇത് നിങ്ങൾ ചെവി കൊണ്ടില്ല അന്നൊന്നും. നിങ്ങൾ നിസ്സാരമായി കളഞ്ഞു. ചിലവർ ഇപ്പം വചനം കേൾക്കുന്നത്, ഇപ്പം ഇതോ അല്ലെങ്കിൽ റീന ഫ്രാൻസിസോ പറയുന്നതൊക്കെ വചനം കേൾക്കുന്നത് ചിലവർ കേൾക്കും, എന്നിട്ട് ഈ ചെവി കൂടെ അങ്ങ് കളയും. ചിലവർ അത് പ്രവർത്തിക്കും. യേശുവ എന്താണ് പറയുന്നത്? വചനം കേൾക്കുക, കേൾക്കുന്നവൻ അത് പാലിക്കുക, പ്രവർത്തിക്കുക. അതാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചെവി നമ്മൾ കേട്ടിട്ട് ഈ ചെവി കൂടെ കേട്ടു, നമുക്കെന്താ, നമുക്കൊന്നുമില്ല. പക്ഷെ വരുന്ന ദുരന്തം പിന്നീട് അത് അറിയുന്നത്. അങ്ങനെയാണ് ഇവരെ അറിഞ്ഞത്.
അപ്പോൾ അവർ അന്ന് കാര്യമാക്കിയില്ല. നോഹ ഇങ്ങനെ പ്രസംഗിച്ച് വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുവാണ്, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോവുകയാണ്, നിങ്ങൾ രക്ഷപ്പെടുക, നിങ്ങൾ മാറുക, നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, തെറ്റ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രസംഗിക്കുവാണ്, പറഞ്ഞു കൊടുക്കുവാണ്. ഇതൊന്നും ചെവി കൊണ്ടില്ല. പക്ഷേ വെള്ളത്തിൽ അപ്പോൾ നോഹ പറയും, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, യേശുവായാണ് വാതിലടയ്ക്കുന്നതും തുറക്കുന്നതും. 40 വർഷം നിങ്ങൾക്ക് തന്നു യേശുവ മാറാനായിട്ട്. ഇത് കേട്ടിട്ട് നിങ്ങൾ പാപത്തിൽ നിന്ന് മാറാനായിട്ട് തന്നു. പക്ഷെ നിങ്ങളതൊന്നും ചെവി കൊണ്ടില്ല. ഇന്നിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വാതിൽ തുറക്കുന്നതും അടയ്ക്കുന്നതും യേശുവായാണ് എന്ന് പറഞ്ഞതുപോലെ എന്നിട്ട് വാതിലടച്ചു കഴിഞ്ഞു. ഇവരെത്രയും ഈ മൃഗങ്ങളും ഈ നോഹയുടെ ഫാമിലിയും നോഹയെല്ലാം ഈ പേടകത്തിനകത്താണ്. അപ്പം ബാക്കി അത്രയും ആൾക്കാരെ നശിപ്പിച്ചു. എന്നുവെച്ചാൽ ഇവർ മാത്രമേ ഉള്ളൂ ഭൂമിയിൽ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാ ആൾക്കാരെയും നശിപ്പിച്ച് വെള്ളത്തിൽ നിന്ന് കിടന്ന് മുങ്ങി മരിച്ചു, അവരെ നശിപ്പിച്ചു. അത് കഴിഞ്ഞ് പിന്നീടാണ് ഈ കാണുന്ന തലമുറ, ലോകത്തിൻ്റെ അറ്റം വരെ കിടക്കുന്ന തലമുറ, പിന്നീടാണ് ഇതിൽ നിന്ന് വന്ന തലമുറകളാണ് ഈ കിടക്കുന്നത് മുഴുവനും, ബാക്കിയുള്ള മൃഗങ്ങളും എല്ലാം. അതിനാണ് ഓരോ ജോഡി വെച്ച് മാറ്റാൻ പറഞ്ഞത്. ഓക്കെ, ഇതൊക്കെ ചിലവർക്ക് അറിയാമായിരിക്കും, ചിലവർക്ക് ഇന്നത്തെ തലമുറയിലെ കുട്ടികൾക്ക് ഇതറിയില്ല. കേൾക്കുന്ന കുട്ടികൾ ഇത് കേട്ടിട്ട് മാറിപ്പോകരുത്, ഇത് ഫുള്ളും കേൾക്കാൻ നോക്കുക കേട്ടോ. കേൾക്കുന്നവൻ യേശുവ അവരെ കണ്ടിട്ടുള്ളവരാണ് കേൾക്കുന്നത്, അവസാനം വരെ ഇത് പാലിക്കുകയും ചെയ്യുന്നത്. അവരെ ജീവൻ്റെ പുസ്തകത്തിലോട്ട് പേരെഴുതും. അതുമാത്രമല്ല, ശബത്താചരിക്കുന്ന മെയിനായിട്ട് ശബത്താചരിക്കുന്നവരെയാണ് ജീവൻ്റെ പുസ്തകത്തിലോട്ട് പേരെഴുതുന്നത്. യേശുവായുടെ ദിവസമല്ലേ ശബത്ത് എന്ന് പറയുന്നത്. ആ ദിവസം ആചരിക്കാനല്ലേ നമുക്ക് തന്നത്. അത് അല്ലാതെ വേറെ പെരുന്നാളും ദിവ്യബലിയും ഇതൊക്കെ നടത്താനല്ല യേശു പറഞ്ഞിരിക്കുന്നത്. ദിവ്യബലിക്കൊന്നും ഇവർ ഈ കിടന്ന് ദിവ്യബലിക്ക് പോകുന്നവരും ദിവ്യബലി നടത്തുന്നത്, ഇതൊന്നും യേശുവിൻ്റെ മുന്നിൽ ഇതൊന്നും എത്തുന്നില്ല, സ്വീകാര്യമല്ല ഇതൊന്നും. യേശുവ പറഞ്ഞത് എന്താണ്? നിങ്ങൾ 6 ദിവസം നിങ്ങൾക്ക് തന്നു, ഒരു ദിവസം എനിക്ക് തരിക, അതാണ് ശബത്ത്, ശനിയാഴ്ച. ആ ശബത്ത് ആചരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അനുഗ്രഹിച്ചിട്ട്. ഇത് എന്നും എക്കാലവും നിങ്ങൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ആചരിക്കും. അത് ആചരിക്കാത്തവർ എന്ത് ദിവ്യബലി നടത്തിയിട്ടും എന്തൊക്കെ പരിഹാര കർമ്മങ്ങൾ നടത്തിയിട്ടും യേശുവായുടെ സന്നിധിയിൽ ഇതെത്തില്ല. അത് നിങ്ങൾക്കറിയാൻ മേലാഞ്ഞിട്ടാണ്. യേശു ആഗ്രഹിക്കുന്നത് ശബത്ത് ആചരിക്കാനാണ്, ശനിയാഴ്ച. നിങ്ങൾ കൊണ്ട് ഞായറാഴ്ച അത് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും അതായത് വീടുകളിൽ ശബത്ത് ആചരിക്കാനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഹോൾ എടുക്കുക, പള്ളി, ഈ വിഗ്രഹങ്ങളൊക്കെ മാറ്റി ഒരു പള്ളിയിൽ വെച്ചിട്ട് ഇതുപോലെ വീട്ടിൽ ചെയ്യുന്നതിന് എല്ലാവരും ഇപ്പോൾ അങ്ങനെയാണോ ഒരു ഹാളിൽ വരുന്നതെങ്കിൽ ഹാളിൽ ചെയ്യുക, ഇല്ലെങ്കിൽ വീടുകൾ അവരോരോ വീടുകളിൽ ചെയ്യാനാണ് യേശുവ പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ എവിടെ നിൽക്കുന്നുവോ ശബത്തിന് അവിടെ നിങ്ങൾ ആചരിപ്പീനെന്നാണ് പറയുന്നത്. യേശുവായിക്ക് കൂടുതലും കുടുംബമാണ് ഭയങ്കര വലുത്, ഇഷ്ടം കൂടുതൽ യേശുവായിക്ക്. മേശയ്ക്ക് ചുറ്റും ബൈബിളിലുണ്ട്, മേശയ്ക്ക് ചുറ്റും നിൻ്റെ മക്കളും നിൻ്റെ ഭാര്യയും ഒലിവ് മരവുമാണ്. ആ യേശുവ ഫാമിലീനെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് ഡൈനിങ് ടേബിളിൽ നിങ്ങൾ ശബത്ത് ഒരുക്കുവിൻ എന്ന് പറയുന്നത്. അതാണ് ആചരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ പെരുന്നാളും യേശുവ ബൈബിളിൽ പറയാത്ത കാര്യങ്ങളല്ല ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശുവ പറഞ്ഞതൊന്നും ഈ ഭൂമിയിൽ നടക്കുന്നില്ല. അത് യേശുവ കണ്ടവർ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശബത്ത് ആചരിച്ചുകൊണ്ടിരിക്കുന്നത്. കുറേയൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ശബത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. കേൾക്കാൻ താല്പര്യമുള്ളവർ കഴിഞ്ഞ വീഡിയോസൊക്കെ എടുത്ത് കാണുക. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. പിന്നെ റീന ഫ്രാൻസിസിൻ്റെ വീഡിയോയും കാണുക, അതിലും അവൾ ഒരുപാട് പറയുന്നുണ്ട് കാര്യങ്ങൾ, ശബത്തിനെ കുറിച്ച് വ്യക്തമാക്കി തരുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ യേശുവായിനെന്ന് വെച്ചാൽ അവസാന കാലം അടുത്തു, യേശുവായുടെ വരവെടുത്തു, ഏകദേശം തീരാറായി. എല്ലാവരും വിചാരിക്കുന്നത് ഇതെങ്ങനെ കിടക്കുമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. ഇല്ല, ഈ അന്ന് നോഹയുടെ കാലഘട്ടത്ത് അന്ന് പോയതുപോലെ തന്നെ ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്. അതിൽ അതുകൊണ്ടാണ് ഈ വചനങ്ങളൊക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പലരും. പ്രായം ചെന്നവരിലും ബൈബിളിലുണ്ട്, പ്രായം ചെന്നവരിലും അവസാന കാലഘട്ടത്തിൽ പ്രായം ചെന്നവരിലും കൊച്ചു കുഞ്ഞുങ്ങളിലും ചെറുപ്പക്കാരിലൊക്കെ വെളിപാടുണ്ടാകും. അവർക്ക് ചിലവരിൽ കണ്ടുവച്ചിട്ടുണ്ട്, ചില കാര്യങ്ങൾ അറിയിക്കാനായിട്ട് ലോകത്തോട് ചിലവരെ കണ്ടുവച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് വചനം സത്യം പറയുന്നവരുടെ വചനം മാത്രം കേൾക്കുക. ഇപ്പോൾ ഞാൻ പറയുന്നതോ അല്ലെങ്കിൽ റീന ഫ്രാൻസിസ് പറയുന്നതോ
നിങ്ങൾ കേൾക്കുന്നെങ്കിലും, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നെങ്കിലും നിങ്ങൾ വചനമെടുത്ത് അത് സത്യമാണെന്നും കൂടെ നിങ്ങൾ വിലയിരുത്തുക, എന്നിട്ട് വിശ്വസിക്കുക. ചിലവർ കൈന്നിട്ട് പറയുന്നവരുമുണ്ട്. അവരെയൊക്കെ യേശു അതിൽ പറയുന്നുണ്ട്. പലരും എൻ്റെ നാമം പറഞ്ഞു, എൻ്റെ ഇതും പറഞ്ഞു പലരും വരും. എല്ലാം വിശ്വസിക്കരുത്. നമ്മളതിൽ നിന്നൊക്കെ കണ്ടെത്തി ഏതാണ് സത്യമെന്ന് കണ്ടെത്തിയിട്ട് മാത്രമേ നമ്മളതിലോട്ട് ആരുടെ വാക്ക് കേൾക്കണമെന്ന് നോക്കണം. നിങ്ങൾ വിലയിരുത്തണം ആരാണ് സത്യവചനം. അങ്ങനെയാണ് ഞാൻ വചനം വായിച്ച് കഴിഞ്ഞിട്ടാണ് റീനയുടെ ഇത് കേട്ടപ്പോഴത്തേക്ക് എനിക്കത് മനസ്സിലായി. റീന കൈന്നിട്ടൊന്നും പറയുന്നില്ല. റീന വചനത്തിലുള്ള കാര്യം തന്നെയാണ് മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അവളെ ഫോളോ ചെയ്യുന്ന 7 വർഷം കൊണ്ട് ഇന്നും ഈ നിമിഷം വരെ എനിക്ക് അതുകൊണ്ടാണ് അവളിനെ കൂടുതൽ ഇഷ്ടം. എന്നുവെച്ചാൽ അവൾ കള്ളമൊന്നും പറയുന്നില്ല. വചനത്തിൽ നിന്ന് തന്നെയാണ് അവളെടുത്ത് പറയുന്നത്. ചിലവർ കൈന്നിട്ട് അവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ട് കൈന്നിട്ട് ചിലവർ മനുഷ്യനെ ആ വരുതിയിലാക്കാൻ വേണ്ടിയിട്ടും പറയുന്നവരുണ്ട്. കുറേ വചനം പറയും, കുറേയൊക്കെ കൈന്നിട്ടുമൊക്കെ പറയും. എല്ലാം നമ്മൾ തിരിച്ചറിയുക. നമുക്ക് കണ്ണും ചെവിയും ബുദ്ധിയൊക്കെ തന്നിട്ടുണ്ടല്ലോ, ജ്ഞാനമൊക്കെ തന്നിട്ടില്ലേ യേശുവ. അപ്പം നിങ്ങൾ തിരിച്ചറിയുക ഏതാണ് സത്യം, ഏതാണ് നല്ലത്. ആ വഴിയിലോട്ട് എന്നെ വഴി നടത്തണേ. ഞാൻ അങ്ങനെയാണ് പ്രാർത്ഥിച്ചത്. അതുകൊണ്ടാണ് എൻ്റെ യേശുവ എന്നെ നേർവഴിയിലേക്ക് നടത്തിയത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുക, യേശുവ നേർവഴി കാട്ടിത്തരും. അപ്പം ഞാൻ പറയുന്ന കാര്യമായിരുന്നാലും റീന ഫ്രാൻസിസ് പറയുന്ന കാര്യമായിരുന്നാലും നിങ്ങൾ സ്വയം ബൈബിൾ വായിക്കുക. ഒരാൾ പറയുന്നത് മാത്രം കേൾക്കരുത്. കുറച്ചുകൂടെ ബൈബിൾ വായിക്കുകയും ഈ പറയുന്നതും കൂടെ കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതലും മനസ്സിലാക്കാൻ പറ്റുന്നത്. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് നിങ്ങളെടുത്ത് വായിക്കുക. ഇപ്പോഴേ ദൈവത്തെ പിടിക്കുക. ഇനി ഒരുപാട് സമയമൊന്നുമില്ല, ഏകദേശം അവസാനിക്കാറായി. അപ്പം യേശുവിൻ്റെ വരവിന് മുമ്പേ കുറേയൊക്കെ നശിക്കും. അതെവിടെയാണ്, എങ്ങനെയാണ്, ആരൊക്കെയാണ് പോകുന്നത് ഒന്നും നമുക്കറിയില്ല. എല്ലാം യേശുവയ്ക്ക് മാത്രമേ അറിയാവുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് യേശു ആ ഒരു അവസരം അന്ന് നോഹയ്ക്ക് കൊടുത്തതുപോലെ മറ്റുള്ളവർക്ക് കൊടുത്തതുപോലെ ചിലവർക്ക് കയ്യിൽ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ ലോകത്തോട് വിളിച്ച് പറയുക, മാറുന്നവർ മാറട്ടെ, രക്ഷപ്പെടുന്നവർ രക്ഷപ്പെടട്ടെ, ഇല്ലാത്തവർ ഈ ദുരന്തത്തിൽ തന്നെ നശിച്ചു പോകും, അവരില്ലാണ്ടാവും. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ചിലവരൊക്കെ എഴുന്നേൽക്കുന്നത്, ഇതുപോലെ വചനങ്ങൾ പറഞ്ഞു തരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഇത് നിസ്സാരമായി കാണരുത്. കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് സംഭവിച്ചത് തന്നെ നിങ്ങൾക്ക് സംഭവിക്കും. ഓക്കെ, നമ്മൾ ഈ ഭൂമിയിൽ മനുഷ്യനെ കണ്ട് പേടിക്കരുത്, ഒരിക്കലും പേടിക്കരുത്. മനുഷ്യനെ കണ്ട് പേടിക്കുകയും ചെയ്യരുത്. പക്ഷേ ഒരാളെ മാത്രം നമ്മൾ പേടിക്കേണ്ടതുണ്ട്, നമ്മുടെ യേശു സൃഷ്ടാവിനെ പേടിച്ചേ പറ്റൂ. അഗ്നിയാണ്, ജ്വാലയാണ്. നമ്മൾ ആ ശബ്ദമൊന്ന് വന്നാൽ ഉണ്ടല്ലോ, എനിക്കിപ്പോൾ തന്നെ കൈയൊക്കെ അങ്ങ് കയറി അയ്യോ എന്തോ പോലെ ആവുക അത് പറയുമ്പോൾ തന്നെ. വല്ലാത്തൊരു ഗാംഭീര്യമാണ് ആ ശബ്ദം. നമ്മൾ വിറച്ചു പോവും, ഉണ്ടാവത്തില്ല. അപ്പോൾ അതുകൊണ്ട് ആ ശബ്ദം നിങ്ങൾ ഇതാകാൻ അനുവദിക്കരുത്. അതുകൊണ്ട് അപ്പനെ സ്നേഹിക്കുക, അപ്പനിലോട്ട് തിരിയുക, മനസ്സിലാക്കുക, ശബത്താചരിക്കുക. ഇനിയെങ്കിലും നിങ്ങൾ സത്യം തിരിച്ചറിയുക. യേശുയ്ക്ക് ശബത്താണ് ഇഷ്ടം, ശബത്താചരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ശനിയാഴ്ച, ഞായറാഴ്ചയില്ല. ഇനിയെങ്കിലും നിങ്ങളത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. മറ്റുള്ളവർ അച്ഛന്മാരായിരുന്നാലും മറ്റുള്ളവരായിരുന്നാലും മനുഷ്യരെ വഴിതെറ്റിച്ച് വിടരുത്. ഇനിയെങ്കിലും നിങ്ങൾ മനുഷ്യരെ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഞാൻ മുമ്പ് വേറൊരു അച്ഛനോട് ഇതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഒരച്ഛന് ഇവിടുത്തെ ഇടവകയിൽ ഇങ്ങനെ ഇരുന്നായിരുന്നു. അപ്പോൾ ഒരു ചെറുപ്പക്കാരൻ അച്ഛനാണ്. അപ്പം എന്നെ കാണാൻ വന്നപ്പോഴത്തേക്ക് അന്ന് വയ്യാണ്ട് ഇരുന്നല്ലോ, അപ്പോൾ എന്നെ കാണാൻ വന്നപ്പോൾ അപ്പോഴേ ഞാൻ ഈ ഇടയ്ക്ക്, അതായത് ഒരു 10 വർഷത്തിനിടയ്ക്ക് അകത്ത്, അപ്പോൾ ഞാനിങ്ങനെ വയ്യാണ്ടിരുന്ന സമയത്ത് ഇപ്പോൾ എന്നെ വലിയ കാര്യം, ഇപ്പോൾ ഇടയ്ക്കൊക്കെ എന്നെ കാണാനും സംസാരിക്കാം. അപ്പോൾ ഞാനിങ്ങനെ വചനമൊക്കെ പറയുമ്പോൾ അച്ഛൻ തന്നെ ഞെട്ടിപ്പോയിട്ടുണ്ട്. അച്ഛൻ പറയുക, മിനിക്ക് ഇത്രയും ജ്ഞാനവും ഇത്രയും വചനവും എങ്ങനെ മിനി പഠിച്ചെന്നാണ് എന്നോട് ചോദിച്ച അച്ഛൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛാ ഞാൻ എൻ്റെ ആബയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ലോകത്തിൽ വെച്ച് എൻ്റെ ആബ കഴിഞ്ഞിട്ട് എനിക്ക് എന്തുള്ളൂ. അപ്പോൾ എൻ്റെ ആബേനെ എനിക്ക് അറിയാനും സ്നേഹിക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എൻ്റെ ആബയിൽ നിന്ന് ഞാൻ വാ തുറന്നാൽ എൻ്റെ ആബയാണ് എൻ്റെ നാവിൽ വചനം തരുന്നത്. ഇത് ഞാൻ നേരത്തെ ഒന്നും ഞാൻ പറഞ്ഞു വെച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് അച്ഛനോട് സംസാരിച്ചപ്പോൾ ഞാൻ അറിയാതെയാണ് എൻ്റെ വായിൽ ഇത് വചനങ്ങൾ വന്നത്. അച്ഛൻ തന്നെ ഞെട്ടിപ്പോയി. അച്ഛൻ പറയണത്, ഞങ്ങൾ 5 വർഷം 6 വർഷം പഠിച്ചിട്ട് പോലും ഞങ്ങൾക്ക് ഇത്രയും ജ്ഞാനം, ഞങ്ങൾക്ക് ഇത്രയും സംസാരിക്കാൻ പോലും അറിയില്ല എന്നാണ് പറയുന്നത്.
ഒരച്ഛൻ പറയുക. മനസ്സിലായോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഞാൻ അച്ഛനോട് കുറേ ക്വസ്റ്റ്യനൊക്കെ ചോദിച്ചു. അച്ഛൻ ഇത് ബൈബിളിലുള്ളതാണ്, ഇത് പഠിച്ചിട്ടില്ലേ, നിങ്ങളിത് പഠിച്ചിട്ടല്ലേ നിങ്ങൾ ഈ വസ്ത്രം ധരിക്കുന്നത് ഇല്ലേ? അപ്പം എന്തുകൊണ്ടാണ് നിങ്ങളിത് മനുഷ്യരിലേക്കിത് പറഞ്ഞു കൊടുക്കാത്തത്? അതിനല്ലേ നിങ്ങൾ നിയോഗിച്ചിരിക്കുന്നത്, നിങ്ങളതിനല്ലേ യേശുവായിൻ്റെ ഇത് നിങ്ങൾ ഏറ്റെടുത്ത് ഇഷ്ടപ്പെട്ട് വന്നത്. അപ്പം മനുഷ്യരെ വഴി തെറ്റിക്കാതെ മനുഷ്യർക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക. സത്യം വചനത്തിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് പറഞ്ഞു കൊടുക്കാവുള്ളൂ. അപ്പം അത് അച്ഛൻ എന്തേ ഇത് പറഞ്ഞു കൊടുത്തില്ല? വിഗ്രഹത്തിനെ കുറിച്ച് ഞാൻ ചോദിച്ചായിരുന്നു. അച്ഛൻ എന്തേ അത് പറഞ്ഞു കൊടുത്തില്ല? അപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കറിയാം, ഞാനിതൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം അച്ഛൻ എന്നോട് പറയുകയാണ്, ഞാനത് ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഉള്ളവർ പറഞ്ഞു, അച്ഛൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയൊക്കെ വേറെ ഒന്നും അച്ഛൻ നോക്കണ്ട, ബാക്കിയെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് അച്ഛനോട് മറുപടി പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിശാചി സമ്മതിക്കില്ല. പിശാചി പല രൂപത്തിലും വരും. പിശാചി സമ്മതിക്കില്ല. മനസ്സിലായോ? അപ്പോൾ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം. അല്ലെങ്കിൽ ഇനി വരുന്ന അച്ഛന്മാരെന്ത് ചെയ്യണം? പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. നിങ്ങളൊക്കെ പഠിച്ചതല്ലേ ബൈബിൾ? അതിൽ വെണ്ടയ്ക്ക അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, വിഗ്രഹം യേശുവിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്, വെറുക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹം എന്ന് പറയുന്നത്. വചനത്തിൽ നിന്ന് എടുത്ത് പറഞ്ഞു കൊടുക്കുക വരും തലമുറയ്ക്ക്. അല്ലെ യേശു അനുഭവിച്ചതൊക്കെ ഒരു സിനിമ ആക്കിയ വചനത്തിൽ നിന്നാണ് അവരൊരു സിനിമ ആക്കിയത്. അത് നല്ല കാര്യമാണ്, അതൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ അതിൽ അഭിനയിച്ച അതെ യേശുവിൻ്റെ റോളെടുത്ത ആളിനെ ആരാധിക്കാൻ പാടില്ല. അത് മനുഷ്യനാണ്, അതിൽ അഭിനയിച്ചെന്നേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ നമ്മൾ തിരുത്തി കൊടുക്കുക. പ്രായം ചെന്നവർക്കും മറ്റുള്ളവർക്കൊക്കെ അവർക്ക് അറിവില്ല അത്. മനസ്സിലായോ? അപ്പോൾ നമ്മളത് തിരുത്തി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക. വചനത്തിൽ ഇങ്ങനെ ഉണ്ട്, നിങ്ങളെടുത്ത് വായിച്ച് നോക്ക്. യേശുവായിക്ക് ഇത് ഇഷ്ടമല്ല. വിഗ്രഹം ഉണ്ടാക്കുന്നവൻ അവനെ പോലെ തന്നെയാണ്. പിന്നെ വിഗ്രഹത്തിൻ്റെ അടുത്ത് സമീപിക്കുന്നവനും അവനെ പോലെ തന്നെയാണ്. അതായത് നമ്മളിപ്പോൾ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുകയും എടുക്കുകയും ചെയ്യുമ്പോൾ നമ്മളും അവനിപ്പോൾ ആ വിഗ്രഹം പോലെ തന്നെ എന്നാണ് യേശു അതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാണ്? അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക. പിന്നെയും മനുഷ്യരിത് വായിച്ചിട്ട് പിന്നെയും ആ തെറ്റിലോട്ട് പോവുകയാണ്. സത്യം പറഞ്ഞാൽ അതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്ക് ഭയങ്കര വിഷമമാണ്. ചില മനുഷ്യർ, ഞാനിങ്ങനെ ആ ഷോപ്പിലൊക്കെ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ടൊക്കെ ഇങ്ങനെ അപ്പനോട് പറയാറുണ്ട്, അപ്പോൾ ഇതൊക്കെ ഇത്രയും പറഞ്ഞ് വ്യക്തമാക്കി കൊടുത്ത് കേട്ടിരുന്നിട്ട് ചിലവരൊക്കെ എൻ്റെ കൺമുമ്പിൽ പോയിട്ടുണ്ട്. ഇതെന്താവാ ഇങ്ങനെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴൊക്കെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിച്ചതാണ്, അവരെ കണ്ടിട്ടില്ലാത്തവരെയാണ് അങ്ങനെ പോകുന്നത്. ദൈവം കണ്ടവർ മാത്രമേ നിലനിൽക്കുകയുള്ളൂ, ഇത് ആചരിക്കത്തുള്ളൂ. അല്ലാത്തവരെല്ലാം ഈ പിശാച് അവരിൽ ഉള്ളിലേക്കിരിക്കുന്നവരാരും ഇത് വിശ്വസിക്കില്ല. പിശാച് അവരിലേക്ക് ഇരിക്കുവാണ്. അവർ പോകുന്ന ആരുടെടുത്താണ്, സമീപിക്കുന്ന ആരെയാണ്? ആ വിഗ്രഹത്തിൽ പിശാച് അടങ്ങിയിരിക്കുകയാണ്, ചുറ്റിയിരിക്കുകയാണ്. അപ്പോൾ അതിനെ ആശ്രയിക്കാനാണ് ഇവർ പോകുന്നത്. അപ്പോൾ ആ ഒരു ശക്തി ഇവരിലേക്കും വരും. അപ്പം നമ്മൾ വചനം പറയുമ്പോൾ അവർക്കത് ഉൾക്കൊള്ളില്ല. ഉള്ളിലിരുന്ന് പറയും, നീ ഇത് വിശ്വസിക്കലും, നീ ഇങ്ങനെ തന്നെ പോകണം, ഉള്ളിലിരുന്ന് പറയും. അപ്പം അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ ശക്തമായിട്ട് യേശുവായിനെ പിടിക്കണം. യേശുവാ എനിക്ക് പറ്റുന്നില്ല, എൻ്റെ മനസ്സ് രണ്ടിതിൽ നിൽക്കുവാണ്. ഈ ശബത്ത് കൂടെ ആചരിച്ചവർ പോലും ഇന്ന് പള്ളിയിൽ പോവുകയാണ്. കുറേ പേരിന്ന് ശബത്തിനെക്കുറിച്ച് എല്ലാം അറിയാം, ശബത്തിനെക്കുറിച്ച് കുറേയൊക്കെ അറിയാം. അപ്പോൾ ഇന്നും പള്ളിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവർ. സത്യം പറഞ്ഞാൽ അതെന്ത് പാവമാണെന്നറിയാമോ? ശബത്ത് ആചരിച്ചിട്ട് വീണ്ടും പഴയ ഇതിലോട്ട് പോകുന്നത്. അത് യേശു അതിനുള്ള ശിക്ഷ അവർക്ക് കൊടുക്കും, ഉറപ്പാണ്. ന്യായവിധിയിൽ അവർക്കത് കൊടുക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അന്ന് നോഹയുടെ കാലത്ത് സംഭവിച്ചതുപോലെയാണ് ഇനി വരാൻ പോകുന്ന സംഭവങ്ങൾ അത്രയും. നശിപ്പിക്കും യേശുവായിൻ്റെ വരവ് അതിനെ. അപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു, പല രാജ്യങ്ങളും നശിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളൊന്നും അറിയുന്നില്ല. പല രാജ്യങ്ങളിലും ഭൂകമ്പങ്ങളും, പല രാജ്യങ്ങളിലും പട്ടിണിയാണ്, ആഹാരം പോലും ഇല്ല. വിഷം എത്രയോ കോടിക്കണക്കിന് മക്കളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോൾ തന്നെ ഇവിടെ യുദ്ധം നടക്കുന്നുണ്ട്, ഗ്യാസ് പോലും ഇല്ല. ഇനി വരാൻ പോകുന്നത് എന്താണെന്ന് പോലും നമുക്ക് നിശ്ചയിക്കാൻ പറ്റില്ല. ഇതൊക്കെ അതിൻ്റെ എല്ലാം ആരംഭമാണ്. നിങ്ങളിപ്പോഴേ യേശുവായിനെ പിടിക്കുക, ഇപ്പോഴേ ശബത്ത് ആചരിക്കുക, നിങ്ങൾ രക്ഷപ്പെടാൻ നോക്ക്. ഇല്ലെങ്കിൽ നിങ്ങളിതിലൊക്കെ ആയിപ്പോവും.
പിന്നെ നിങ്ങൾ കയ്യും കാലും ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ യേശുവ ഓരോ അവസരം 40 വർഷം നോഹയെ പ്രസംഗിച്ച് നടന്നിട്ട് ആൾക്കാരൊന്നും മാറിയില്ല. അവസാന സമയത്ത് വെള്ളത്തിൽ കിടന്ന് മുങ്ങി മരിക്കാറായപ്പോഴാണ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് വിളിക്കുന്നത്. യേശുവ കൈ കൊടുക്കില്ല. ഒരവസരം 2 അവസരം 40 വർഷമാണ് കൊടുത്തത്. 40 ദിവസവുമല്ല, 40 വർഷമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം ഉണ്ടായ പരമ്പരയിലുണ്ടായ മനുഷ്യരാണ് ഇന്ന് കിടക്കുന്നത്. അപ്പോൾ അത്രയും വർഷത്തെ ഇത് ഇന്നും പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇന്ന് രക്ഷപ്പെടുക. ഇതുവരേക്കും ആരും രക്ഷപ്പെട്ടിട്ടില്ല. ഇന്ന് പാവത്തിൻ്റെ പുറത്ത് പാവങ്ങളിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും വഴിയരികിലും കൊച്ചു കുട്ടികളിലും സെക്സായ ഇതിലൊക്കെ പോയി പെടുവാണ്. കൊച്ചു കുട്ടികൾക്കെല്ലാം അറിയാം. ബെഡ്റൂമിൽ വെച്ച് നടക്കേണ്ട കാര്യങ്ങൾ പരസ്യമായിട്ടൊക്കെ ഇതൊക്കെ കാണിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമമാണ്. അപ്പോൾ സ്വർഗത്തിലിരിക്കുന്ന എൻ്റെ ജീവനുള്ള യേശുവ ഇതൊക്കെ കണ്ടിട്ട് എന്തോരം വിഷമിക്കുന്നുണ്ടാവും. ഈ മക്കൾ ഇങ്ങനെ നശിച്ചു പോവുകയാണല്ലോ, പിശാചിൻ്റെ പിടിയിൽ പെട്ടുപോവുകയാണല്ലോ, അവൻ്റെ പിടിയിലേക്ക് ആയി പോവുകയാണല്ലോ, ഈ കുഞ്ഞുങ്ങൾ നന്നാവുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എൻ്റെ യേശുവ എന്തോരം വിഷമിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് യേശുവായിൻ്റെ ജീവനാണ്. യേശുവായിൻ്റെ ജീവൻ ശ്വാസമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തുടിക്കുന്നത്. ഈ ലോകത്തിൽ കിടക്കുന്ന മക്കളെല്ലാം യേശുവായിൻ്റെ മക്കളാണ്. അപ്പം നിങ്ങൾ എന്തേ അപ്പനെ തിരിച്ചറിയാത്തത്? നിങ്ങൾക്ക് രക്ഷപ്പെടണ്ടേ? നിങ്ങൾ രക്ഷപ്പെടുക. നിങ്ങൾക്ക് അവസരങ്ങൾ തരുവാണ്. എന്തോ എനിക്കിങ്ങനെ പറയാൻ എൻ്റെ നാവ് ഇങ്ങനെ ഇതാവുകയാണ്. എൻ്റെ യേശുവായി ആയിരിക്കും എനിക്കിത് നാവിലോട്ട് തരുന്നത്. അപ്പോൾ എൻ്റെ അപ്പൻ്റെ ആഗ്രഹം എത്രത്തോളം ഉണ്ടായിരിക്കണം, മക്കൾക്കൊന്നും വരരുതെന്ന്. ഈ അവസരങ്ങൾ തരുവാണ്. നിങ്ങൾ രക്ഷപ്പെട്, മാറ്. നിങ്ങൾ ശബത്താചരിച്ച് തുടങ്ങ്. ആ ജീവൻ്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരുകൾ എഴുതട്ടെ. അല്ലാതെ ഈ പള്ളികളിലും ഈ ചർച്ചിലൊക്കെ പോയി സഭകളിലൊക്കെ പോയി നിങ്ങൾ അവരുടെ ഇതിലൊക്കെ പെട്ടുപോകാതെ നിങ്ങളെ വഴി തെറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്ക് സത്യം അറിയാമെങ്കിൽ അവർ സത്യം നിങ്ങളെ പഠിപ്പിക്കുന്നില്ല. കുറേയൊക്കെ അവരുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട് അവർ മറച്ചു വച്ചിരിക്കുകയാണ്. നിങ്ങൾ അതിനാണ് ഞാൻ പറഞ്ഞ ബൈബിൾ വായിക്കുക. ഞാൻ ബൈബിൾ വായിച്ചത് കൊണ്ടാണ് ഇതൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റീന അതുപോലെ ബൈബിൾ വായിച്ചവൾ ബൈബിൾ പഠിച്ചത് കൊണ്ടാണ് അവൾക്കും കുറേ മനസ്സിലാക്കാൻ പറ്റിയത്. അവളെയും എന്നെപ്പോലെ ഉള്ളവരെ കുറേ പേരെ കണ്ടിട്ടാണ് യേശു അവരിൽ കൂടെ വചനം പറയുന്നത്. മനസ്സിലായോ? ഇതൊന്നും ഞങ്ങൾ പറയുന്നില്ല, യേശു പറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാറണം, മാറാതെ ഇരിക്കരുത്. നിങ്ങൾ രക്ഷപ്പെടാൻ ശ്രമിക്കുക. അവസാന കാലഘട്ടമായി ഇനി കുറച്ച് നാളുകൂടെയുള്ള എൻ്റെ യേശുവായിൻ്റെ വരവ്. ആ മേഘാരൂഢനായി വന്ന് ഒലിവുമലയിൽ വന്ന് ചവിട്ടും. അതിനു മുന്നേ നിങ്ങൾ മാറണം. ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം വരും ദുരന്തങ്ങൾ നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാണ് നിങ്ങളിങ്ങനെയൊക്കെ ഇതാവുന്ന നിസ്സാരമായിട്ട് കാണുന്നത്. അന്ന് കയ്യും കാലും വിട്ട് അടിച്ചാൽ യേശുവ നിങ്ങൾക്ക് കൈ തരില്ല. നിങ്ങൾക്ക് അവസരം തന്നില്ലേ എന്ന് ചോദിക്കും. അന്ന് എന്തുകൊണ്ട് നിങ്ങൾ മാറിയില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് മറുപടി ഉണ്ടോ? ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. അവിടെ ഒരു വലിയ കുഴി കിടക്കുക റോഡിൽ. അപ്പോൾ വലിയ കുഴി കിടക്കുന്നു. അപ്പോൾ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ കുഴി ചെന്ന് ചാടുമോ? അവിടെ കുഴി കിടക്കുന്നെന്ന് വലിയൊരു കുഴിയാണ്. ദൂരന്നേ വരുമ്പോൾ കാണാം അവിടെ ഒരു കുഴിയാണെന്ന്. ഞാനിത് ഉപമ വഴി പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുഴിയാണെന്നറിയാം. അപ്പം നമുക്ക് ബുദ്ധിയും ഞാനും യേശു ആ കണ്ണിന് കാഴ്ചയും തന്നിട്ടുണ്ട് അല്ലേ? അതെന്തിനാണ് അത് തന്നിരിക്കുന്നത്? അവിടെ കുഴിയുണ്ട് മക്കളെ, നിങ്ങൾ നോക്കിപ്പോകുക. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ അകപ്പെട്ടു പോകും, കുഴിയിൽ വീണു പോവും എന്നാണ് പറയുന്നത്. അപ്പം അറിവില്ലാത്തവർ വീണത് കേൾക്കാത്തവർ വീണ് കഴിഞ്ഞാൽ അവർക്ക് അറിഞ്ഞുകൂടാ. വീണ് കഴിഞ്ഞാൽ യേശു ഒരു പ്രാവശ്യം അവരെ എടുക്കും, കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തും. വീണ്ടും അറിഞ്ഞുകൊണ്ട് വീണ്ടും ആ കുഴിയിൽ ചെന്ന് വീണാൽ യേശുവ എങ്ങനെ രക്ഷപ്പെടുത്തും? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുക. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏകദേശം ഉള്ളവർ ഈ വചനങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് കേട്ടപ്പോൾ തന്നെ എൻ്റെ അടുത്ത് ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി. കടയിലും ഷോപ്പിലും വന്നിട്ട് ഓരോരുത്തർ പറയുന്നുണ്ട്, വീഡിയോസൊക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്, നന്നായിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, കേട്ടാൽ പോരാ, കണ്ടാൽ പോരാ, നിങ്ങൾ പാലിക്കണം, നിങ്ങളത് ജീവിതത്തിൽ കൊണ്ടുവരണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്, അല്ലാതെ എനിക്ക് വേണ്ടിയിട്ടല്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യേശുവ മറ്റുള്ളവരിൽ കൂടെ പറയുന്നത്, എന്നിൽ കൂടെ, റീന ഫ്രാൻസിസിൽ കൂടെ. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കുക, അവളുടെയും വിശ്വസിക്കുക, കേൾക്കാൻ നിങ്ങൾക്ക് വാഞ്ചയുണ്ടാവണം. യേശുവായിനെ സ്നേഹിക്കുക. നിങ്ങളിതൊക്കെ വിട്ടേക്ക്. ഇതൊക്കെ നിങ്ങൾക്ക് ജീവിക്കണ്ടേ? നിങ്ങൾക്ക് ഭൂമിയിൽ നിലനിൽക്കണോ? യേശുവായിനെ ആശ്രയിക്കുക. യേശുവിനെ ആശ്രയിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. ഇല്ലെങ്കിൽ പോകും നിങ്ങളതെല്ലാം. അതുകൊണ്ടായി പറയുന്നത്.
ഓക്കെ. അപ്പം സമയം കുറച്ചായെന്ന് തോന്നുന്നു. അപ്പം നമുക്ക് കുറച്ച് ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറയാം. അപ്പോൾ ഞാൻ ഇതൊന്ന് നോക്കട്ടെ കേട്ടോ, നമുക്കിതൊന്ന് നോക്കാം. ഓക്കെ. പാലെടുത്തായിരുന്നേ, നമ്മൾ ഇത് പാത്രത്തിലെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. കാണുന്നില്ലേ? ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഓരോന്നായിട്ടിട്ട് കൊടുക്കാം. ഓക്കെ. നമുക്ക് കുറച്ച് എടുത്ത് വെച്ച് കാഷ്നട്ട് ഇട്ടായിരുന്നു. നമുക്ക് ഉണ്ടോ, അതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇന്ന് തന്നെ നമുക്ക് ആവശ്യത്തിന് എന്താ കൊള്ളാവോ? കാണുന്നുണ്ടോ? 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 ഇഷ്ടമായോ? ഇതുപോലെ നിങ്ങളും ഉണ്ടാക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒന്ന് സമയം എന്നായെന്നറിയില്ല. കുറച്ച് ചാറ് ടേസ്റ്റ് ചെയ്ത് പറയാം. ഇതിങ്ങനെ കട്ട് ചെയ്യുക കുറച്ച്, എന്നിട്ട് സ്പൂണിലോട്ട് ഇങ്ങനെ എടുക്കുക. നിങ്ങൾക്ക് വേണോ? എന്നാൽ കഴിച്ചോ, കഴിക്കട്ടെ. ഞാൻ എന്നാ പറയാനാ, എനിക്ക് വാക്കുകളില്ല. അയ്യോ, വായിലിട്ടപ്പോൾ അങ്ങ് അലിഞ്ഞു പോവുക. എന്നാ ടേസ്റ്റാ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. അത് നമ്മൾ രുചിച്ച് തന്നെ അറിയണം. അപ്പം നിങ്ങൾ ഉണ്ടാക്കണം കേട്ടോ. അടിപൊളി മക്കളെ, നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അടിപൊളിയാണ് മോനെ ദിനേശ, സൂപ്പർ കേട്ടോ. കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുവാണ്. സൂപ്പർ, ഇഷ്ടമായി. നിങ്ങളും കൂടെ എന്തായിരുന്നാലും മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങളുണ്ടാക്കി ഇന്ന് തന്നെ വെച്ചുണ്ടാക്കി കഴിക്കുക. ഓക്കെ. എന്നിട്ട് നിങ്ങൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടിപൊളിയാണ്, എനിക്ക് പറയാൻ വാക്കുകളില്ല. അത് കഴിക്കുമ്പോൾ ക്യാരറ്റും കാഷ്നട്ടും ഒക്കെ അങ്ങ് അലിഞ്ഞ് അങ്ങ് പോവുക. ആ കാഷ്നട്ടൊക്കെ ഇട്ടപ്പോഴത്തേക്ക് നല്ല ചവയ്ക്കാൻ ഇടയ്ക്ക് കിട്ടുന്നുണ്ട്. അതിൻ്റെ ചാറ് എന്നാ ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് ഉണ്ടാക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ, ഇതിൻ്റെ അഭിപ്രായം എങ്ങനെയാണ്, എന്താണെങ്കിലും അറിയിക്കുക എന്നെ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെന്ന് പറയുക, കൊള്ളില്ലെങ്കിൽ കൊള്ളില്ലെന്ന് പറയുക, എന്തെങ്കിലും ഇഷ്ടപ്പെടായി ഉണ്ട് അത് പറയുക. ഓക്കെ, കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം എന്നെ നിങ്ങൾ നാളെ ഞാൻ വേറൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, കുറച്ചേ പറഞ്ഞുള്ളൂ. സമയമില്ല, സമയം പോവുക കേട്ടോ. അപ്പം നമുക്കിനി നാളെ കാണാം. ഓക്കെ, നാളെ ഒരു നല്ലൊരു ഡിഷുമായി
ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും. എന്നെക്കൊണ്ട് പറ്റുന്നത്, എനിക്ക് അറിവുള്ളത്, ജ്ഞാനമുള്ളത് എൻ്റെ ആബ എൻ്റെ നാവിൽ തരുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾ രക്ഷപ്പെടുക. ഇനിയും ഞാൻ പറയുകയാണ്, ഒരു തവണ കൂടെ നിങ്ങളുടെ അടുത്ത് ഞാൻ പറയുകയാണ്, രക്ഷപ്പെടുക കേട്ടോ. നിങ്ങൾ വന്നുവെച്ചാൽ അത്രയും ദുരന്തമാണ് വരാൻ പോകുന്നത്. നമുക്ക് സ്വപ്നത്തിൽ വിചാരിക്കാത്ത കാര്യങ്ങളാണ് സംഭവിക്കാൻ പോണത് നമുക്ക്. അതുകൊണ്ട് നിങ്ങളെ യേശുവ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു വാഞ്ച ഇങ്ങനെ വരുവാണ്, പറയെന്ന് പറഞ്ഞ്. അപ്പം നിങ്ങളത് കേൾക്കുക, ഇത് മാറുക, നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കൊണ്ടുവരിക, ബൈബിൾ വായിക്കുക, സത്യം തിരിച്ചറിയുക. നിങ്ങൾ ജീവനുള്ള യേശുവായിനെ മാത്രം നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക, സ്നേഹിക്കുക, അപ്പനുമായിട്ട് ചേർന്ന് നിൽക്കുക, ഒട്ടിയിരിക്കുക, ചേർന്നിരിക്കുക. പിശാച് നിങ്ങളെ തൊടാൻ പറ്റത്തില്ല. നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൻ്റെ ഉള്ളം കയ്യിലിരിക്കുമ്പോൾ യേശുവായിന് ഒന്നും ചെയ്യാൻ പറ്റില്ല നിങ്ങളെ. അപ്പോൾ അതുകൊണ്ട് അപ്പൻ്റെ ഉള്ളം കയ്യിൽ നിങ്ങൾ ഇരിക്കാൻ ശ്രമിക്കുക, സ്നേഹിക്കാൻ ശ്രമിക്കുക, അപ്പനെ അറിയാൻ ശ്രമിക്കുക, നിങ്ങളെ കാത്ത് പരിപാലിക്കുക. അപ്പൻ്റെ ശബ്ദത്തെ നിങ്ങൾ ആചരിക്കണം. അപ്പൻ പറയുന്നത്, അപ്പൻ്റെ ശബ്ദത്തെ ആചരിക്കുന്നവൻ അപ്പൻ്റെ മക്കളെന്നാണ് പറയുന്നത്. അപ്പോൾ അത് ശനിയാഴ്ചയാണ് ആചരിക്കേണ്ടത്. നിങ്ങൾ വിഗ്രഹത്തിൻ്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കരുത്. ജീവനുള്ള യേശു ആ സ്വർഗത്തിലിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ വെച്ച് മരിച്ച് ഉയർത്ത് 3-ാം നാൾ അപ്പൻ പറഞ്ഞതുപോലെ 3-ാം നാൾ ഇന്ന് ഉയർത്തിയിരിക്കുന്നത് യേശുവ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആ അപ്പനെയാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയേണ്ടത്. അപ്പം മാത്രമേ ഇത് കേൾക്കത്തുള്ളൂ, മനസ്സിലാക്കത്തുള്ളൂ, ജീവനോടെ ഇരിക്കുന്നതുകൊണ്ട്. അല്ലാതെ വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കേൾക്കില്ല. അതൊക്കെ ചെയ്തു തരുന്ന യേശുവായാണ്. വിഗ്രഹത്തിൻ്റെ അടുത്ത് പോയി പറയുമ്പോൾ നിങ്ങൾക്കതെല്ലാം സാധിച്ചു തരുന്ന ജീവനുള്ള അപ്പനാണത്. നിങ്ങൾ മനസ്സിലാക്കുക. അല്ലാതെ ആ ക്രെഡിറ്റ് മുഴുവനും നിങ്ങൾ വിഗ്രഹത്തിന് കൊടുക്കരുത്. അന്തോൻസ് പുണ്യവളാനും മാതാവിനൊന്നും കൊടുക്കരുത്. ദൈവത്തെ ഓർത്ത്, യേശുവായിനെ ഓർത്ത്, എൻ്റെ ആബയെ ഓർത്തിട്ട് ഞാൻ പറയുവാണ്, എൻ്റെ ആബേനെ നിങ്ങൾ സ്നേഹിക്കുക. അത്ര രുചിച്ചറിഞ്ഞതുകൊണ്ടാണ് എൻ്റെ ആബയെക്കുറിച്ച് ഞാനിങ്ങനെ പറയുന്നത്. പ്ലീസ് നിങ്ങളിനി മാറുക, കേൾക്കുക, ബൈബിൾ വായിക്കാൻ ശ്രമിക്കുക, അപ്പനെ കൂടുതൽ അറിയാൻ ശ്രമിക്കുക. ബൈബിൾ വായിച്ച് ഇനി വരാൻ പോകുന്നതെല്ലാം വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. നിങ്ങൾ തുടക്കം മുതൽ, ഉൽപ്പത്തി മുതൽ വായിച്ച് തുടങ്ങണം. എങ്കിലേ നിങ്ങൾ അടിസ്ഥാനം അറിഞ്ഞാലേ നിങ്ങൾക്ക് ബൈബിൾ എന്താണെന്ന്, അപ്പനെ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പൻ്റെ പരമ്പര എന്താണെന്ന്, യഹൂദന്മാർ അപ്പൻ്റെ സ്വന്തം മക്കളാണ്. പക്ഷെ അവർ വെറുക്കുവാണ് ജനങ്ങളെല്ലാം. പക്ഷെ അതെന്ന് വെച്ചാൽ യഹൂദന്മാരാണ് യേശുവായിനെ ഇങ്ങനെ ക്രൂശിച്ചത്. പക്ഷേ അങ്ങനെ സംഭവിക്കണം. അത് യേശുവായിക്ക് അതറിയാം. അവർ സ്വന്തം മനസ്സാല ചെയ്യുന്നില്ല. അതങ്ങനെ വരണം. അത് അവരുടെ കണ്ണും മനസ്സിനി തുറക്കാൻ പോകുന്നേ ഉള്ളൂ. യേശുവായി അവർ അംഗീകരിക്കാൻ പോകുന്നതേ ഉള്ളൂ. മനസ്സിലായോ? പക്ഷേ ആബേനെയാണ് അവർ സ്നേഹിക്കുന്നത്. പക്ഷേ ആബ മനുഷ്യരൂപം എടുത്തത് അവർക്കും അറിയില്ല. മനസ്സിലായോ? ഇത് മൂന്നും ഒരു വ്യക്തിയാണ്. ആബ തന്നെയാണ് മനുഷ്യരൂപം എടുത്തു തന്നത്. മനുഷ്യരൂപം തന്നെയാണ് നമുക്ക് പരിശുദ്ധാത്മാവായി നമുക്ക് തന്നിട്ട് പോയത്. ഇത് മൂന്നും ഒരു വ്യക്തിയാണ്. ഇനി നിങ്ങൾ മാറിപ്പോരുത്. കഴിഞ്ഞ വീഡിയോസിൽ ഞാൻ പറഞ്ഞ് കേൾക്കാത്തവർ ഇത് കേൾക്കുക, വീഡിയോസ് എടുത്ത് കാണുക. 7 എണ്ണം ഞാൻ ഇട്ടിട്ടുണ്ട്. 1 മുതൽ നിങ്ങൾ കേൾക്കുക. അതിലെല്ലാം വ്യക്തമാക്കി പറയുന്നുണ്ട്. പിന്നെ റീന ഫ്രാൻസിസിൻ്റെ അത് അടിക്കുമ്പോഴത്തേക്ക് ഫേസ്ബുക്കിൽ അടിക്കുമ്പോൾ അവളുടെ ഇതും കേൾക്കുക. സത്യം തിരിച്ചറിയുക. മറ്റുള്ളവരൊന്നും പഠിപ്പിക്കുന്നതൊന്നും കറക്റ്റല്ല. നിങ്ങളതിലോട്ട് വീഴരുത്. അപ്പം അതുകൊണ്ട് ഇതും നിങ്ങൾ ഫുള്ള് വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. എല്ലാം ഞാനിട്ടത് മുഴുവനും അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യുക. എങ്കിലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. നിങ്ങൾക്കൊക്കെ ഞാനിതൊക്കെ പറയുന്നത് കുറേ പേർക്കൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലായി എനിക്ക്. നിങ്ങളുടെ അഭിപ്രായവും എൻ്റെ അടുത്ത് വന്ന് പറയണം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കുക. എനിക്ക് അറിവുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ബൈബിൾ എടുത്ത് പ്രാർത്ഥിക്കുക. ബൈബിളിൽ തന്നെ ഉണ്ട് സംശയങ്ങളും ചോദ്യങ്ങളും എല്ലാം. അങ്ങനെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ആബ എന്നെ പഠിപ്പിച്ചത് ബൈബിൾ. സത്യം തിരിച്ചറിയിച്ചത്, കണ്ണും മനസ്സും തുറന്നത് ബൈബിളിൽ കൂടെയാണ്. അല്ലാതെ മനുഷ്യരൊന്നുമല്ല എന്നെ മാറ്റിയത്. എൻ്റെ യേശുവായാണ്. ഞാൻ സത്യം തിരിച്ചറിയണമെന്ന് എൻ്റെ യേശുവായുടെ അടുത്ത് എപ്പോഴും ഞാൻ പറയുമായിരുന്നു. അതുകൊണ്ട് എൻ്റെ യേശുവ നേർവഴി കാട്ടിക്കുന്നത്. അപ്പോൾ അതുപോലെ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളിത് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയുക. കഴിച്ചിട്ട് ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ നാളെ നല്ലൊരു ഡിഷുമായി ബാക്കി ജീവിതാനുഭവങ്ങളും ബൈബിളിനെ കുറിച്ച്, എൻ്റെ ആബയെക്കുറിച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കും ഇനിയും. ഓക്കെ. കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. അപ്പോൾ ബായ്. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മക്കൾക്കും എനിക്കും വേണ്ടിയിട്ട്, ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നാളെ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ. അപ്പോൾ ബായ്. നമുക്ക്